ഇബാദത്തിന് അല്ലാഹു തആല ഉമ്മയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. ആ ഉമ്മ ഉംറക്ക് പോയി. പ്രിയപ്പെട്ടവരെ, മക്കയിൽ പോയി ഉംറ ചെയ്തു. അവസാനം ഇദാഇന്റെ തവാഫും കഴിഞ്ഞ് മദീനയിലേക്ക് പോയ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ ചാരത്ത് ഒരുപാട് കരഞ്ഞു. പോയവര് പോലും പറയാണ്, മദീനത്ത് ഒരുപാട് കരഞ്ഞു പോയി പ്രിയപ്പെട്ട ഉമ്മ. നാട്ടിലേക്ക് ആ സംഘം തിരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ആ ഉമ്മാക്ക് വല്ലാതെ പനി പിടിച്ചു, വല്ലാതെ പനി പിടിച്ചു. അല്ലാഹുവേ, മദീനത്ത് കിടന്ന് ആ ഉമ്മ അവസാനം അവിടെയുള്ള കൂടെ വന്നവരോട് പറഞ്ഞു, എനിക്ക് വയ്യാതെ റൂമിൽ ഇങ്ങനെ നിൽക്കാൻ വയ്യ, എനിക്കൊന്ന് മദീനത്ത് മുത്തുനബിന്റെ ചാരത്ത് എന്നൊന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് കൊണ്ടുപോകുക. നിങ്ങൾ എല്ലാവരും വായിച്ചിരുന്നു ഈ സംഭവം. പ്രിയപ്പെട്ടവരെ, വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ആ ഉമ്മാനെ മദീനത്തെ മുറ്റത്ത് കൊണ്ടുപോയപ്പോ റസൂലുള്ളാഹിന്റെ പച്ച കുബ്ബയിലേക്ക് നോക്കിയിട്ട് ഒരുപാട് സ്വലാത്ത് പറഞ്ഞു കരഞ്ഞു. അല്ലാഹുവേ, അവസാനം അവിടെ കിടന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ ഉമ്മ മരണപ്പെട്ടു പോയി. മദീനത്ത് വെച്ച അങ്ങ് മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് കേൾക്കണോ? ജന്നത്തുൽ ബഖീയിലേക്ക് ആ ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത അറബികളുണ്ടല്ലോ, ഒരു പരിചയവുമില്ലാത്ത അറബികളുണ്ടല്ലോ. ആ മയ്യത്ത് കട്ടിലൊന്ന് പിടിക്കാനങ്ങ് തിരക്ക് കൂട്ടിപ്പോയി. ആരൊക്കെയോ ഓടി വന്നിട്ട് ആ മയ്യത്ത് കട്ടിൽ പിടിച്ചിട്ട് ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, സ്വന്തം മക്കൾ ഉപേക്ഷിച്ചപ്പോ, സ്വന്തം മക്കൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവേ ആ ഉമ്മാനെ ചേർത്ത് നിർത്തി. അല്ലാഹു ആ ഉമ്മാനെ ചേർത്ത് നിർത്തിയത് ആ ഉമ്മാടെ ഇബാദത്തായിരുന്നു. പ്രിയപ്പെട്ടവര്, ആ ഉമ്മാടെ കണ്ണ് നിറഞ്ഞിട്ടുള്ള ദുആയായിരുന്നു, ആ ഉമ്മാന്റെ ഇഖ്ലാസ് ആയിരുന്നു, ആ ഉമ്മാന്റെ തഖ്വയായിരുന്നു. അതല്ലേ നമുക്ക് വേണ്ടത്, അതല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹനെ മറക്കാതെ പടച്ച റബ്ബിനെ ഓർത്തപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും പ്രിയപ്പെട്ടവര്, ആ മനുഷ്യന് അല്ലാഹു തആല, ആ ഉമ്മാനെ അല്ലാഹു തആല കൈവിട്ടില്ല. ആ ഉമ്മാക്ക് അവസാനം പടച്ച റബ്ബ് തുണയായി. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നമ്മൾ അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. ഇബാദത്തിൽ ഒരു മാധുര്യം കാണണം. അല്ലാഹു നമ്മുടെ മനസ്സ് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ മനസ്സ് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് കുടുംബങ്ങൾ